ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടൊയോട്ട അങ്ങനെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് 9th ജനറേഷൻ ക്യാമറി ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം ഡിസൈനിലും മറ്റുമൊക്കെ അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറും അവർ മൊത്തമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഡിസൈനിലാണ് ഈ വാഹനം വരുന്നത്. ടൊയോട്ടയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള TNGA-K എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിന് ഡയമെൻഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. ആൻഡ് നമ്മൾക്ക് ഇതിന് മുന്നേ 8th ജനറേഷൻ ക്യാമറി ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ അപ്ഡേറ്റ് തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആദ്യം ഈ വാഹനത്തിന് ഡയമെൻഷൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 4920 മില്ലിമീറ്റേഴ്സ് ആണ്. നല്ല നീളമുള്ള വണ്ടിയാണ്. വീൽ ബേസും അത്യാവശ്യം നന്നായിട്ടുണ്ട്. 2725 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. ഹൈറ്റ് 1455 മില്ലിമീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. വിട്ട് ആണെങ്കിൽ ആവശ്യത്തിനുണ്ട്. 1840 മില്ലിമീറ്റേഴ്സ് ആണ് വിട്ട്. പൊതുവേ ഇങ്ങനെ സെഡാൻസിന് അത്രയും വിട്ട് വരാത്തതാണ്. ലെങ്ത് പിന്നെ ഡെഫിനറ്റ്ലി സെഡാൻസിന് അത്യാവശ്യം എപ്പോഴും ഉണ്ടാവില്ല നീളം. സോ അതാണ് ഡയമെൻഷൻസിൻ്റെ കേസ്. ഇനിയിപ്പോൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനാണ് ഇപ്രാവശ്യം ഈ പുതിയ ജനറേഷൻ ക്യാമറയ്ക്ക് ടൊയോട്ട പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും അതിനൊരു ടൊയോട്ടയുടെ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ പോലെ തന്നെ നമുക്ക് കണ്ടാലും തോന്നും. LED DRLs നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ LED ഹെഡ് ലാംപ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ടർ സെറ്റപ്പിലാണ് വരുന്നത്. അതുപോലെ താഴത്ത് നമുക്ക് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഹെഡ് ലാംപ്സ് കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ എയർ ഡാം പോലത്തെ സാധനം അവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. അതിന് മുകളിലാണ് ടൊയോട്ടയുടെ ലോഗോ വരുന്നത്. ഗ്രില്ലിലല്ല ടൊയോട്ടയുടെ ലോഗോ. അതുപോലെ തന്നെ താഴത്ത് നമ്മുടെ ഏറ്റവും മെയിൻ എയർ ഡാം വരുന്നുണ്ട്. അവിടെ തന്നെയാണ് അവർ ഫോഗ് ലാംപ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് എയർ ഡാം പോലെ തന്നെ കുറച്ച് എയർ കട്ടൻസിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് ഫംഗ്ഷനാണെന്ന് തോന്നുന്നു. സോ അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ ഒരു പരിപാടി വരുന്നത്. ആൻഡ് ബോണറ്റിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ലൈൻസ് ഒക്കെ അവൈലബിൾ ആണ് വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു ലുക്ക് കൊടുക്കാനായിട്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്തായാലും അറിയാൻ പറ്റും. കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ വീൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ കാണാനും അത്യാവശ്യം രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന 235, 45, R18s ആണ് ടയർ സൈസ്. ഈ ടയർ ഉണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ വാഹനം അണ്ടർ ടയർഡ് ആണെന്ന് നമുക്ക് തോന്നില്ല. കറക്റ്റ് ബോഡിയുടെ പ്രൊപ്പോർഷൻസ് വെച്ച് തന്നെയാണ് ടയറും അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷനും. ഈവൻ നമ്മൾ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പോലും 45 എന്ന് പറയുന്ന ലോ പ്രൊഫൈൽ ടയേഴ്സ് ആണ്. പക്ഷെ എന്നാലും കാണാൻ അത്യാവശ്യം രസമുണ്ട് വണ്ടി. അതുപോലെ ORVMs നമുക്ക് അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ അതിൻ്റെ വിൻഡോ ലൈൻ്റെ ചുറ്റും നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ക്രോം എലമെൻറ്റ് റൺ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. മൊത്തത്തിൽ കാണുമ്പം ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ലുക്കുണ്ട്. പഴയ ക്യാമറ വെച്ച് നമ്മൾ ഈവൻ കമ്പയർ ചെയ്യുകയാണെങ്കിലും പഴയ ക്യാമറ അത്യാവശ്യം നല്ല രസമുള്ള വണ്ടി തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഒരു ഇത്തിരി കൂടെ മറ്റൊരു ഇത്തിരി ലക്ഷറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയായിരുന്നെങ്കിൽ ഇത് ഇത്തിരി കൂടെ സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അഗൈൻ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, അതായത് അതുപോലത്തെ ടെയിൽ ലാംപ്സ് തന്നെ പഴയ ക്യാമറയായിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വ്യത്യസ്തമാണ് ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ. കുറച്ചുകൂടി സ്ലീക്ക് ആക്കിയിട്ടുണ്ട്. മുകളിലേക്കൊക്കെ ഒരു ചെറിയ എലമെൻറ്റ് തള്ളി നിൽക്കുന്ന രീതിയിലൊക്കെ. ആൻഡ് LED ടെയിൽ ലാംപ്സ് തന്നെയാണ് നമുക്ക് ബാക്കിലും കിട്ടുന്നത്. ക്യാമറയുടെ ലോഗോ അതുപോലെ തന്നെ നമുക്ക് താഴത്തായിട്ട് റിഫ്ലക്റ്റേഴ്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ പിന്നെ ഒബ്വിയസ്ലി അവൈലബിൾ അല്ല. അതിപ്പോൾ ഇന്ത്യയിൽ ഒരു സെഡാനും ഇല്ലല്ലോ. പുറത്തൊക്കെ നോച്ച് ബാക്സിനൊക്കെ വൈപ്പർ അറ്റ്ലീസ്റ്റ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. ചില സെഡാൻസിന് ആക്ച്വലി ഉണ്ട്. എന്തായാലും ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡിസൈൻ വരുന്നത്. പഴയ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡിസൈനാണ് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഏതായാലും നിങ്ങൾക്ക് ഏത് വാഹനത്തിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും താഴെ കമൻറ്റ്സിൽ പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. കാരണം അത്യാവശ്യം മേജർ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് മുന്നത്തെ ക്യാമറയിൽ ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് പോലത്തെ കോമ്പിനേഷൻ ആയിരുന്നു കിട്ടിയിരുന്നത്. അത് കാണാൻ അത്യാവശ്യം രസമുള്ള ഡാഷ്ബോർഡ് ആയിരുന്നു. പക്ഷേ എന്നാൽ ഇതിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് ലേഔട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ടാൻ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് അവർ ഇപ്രാവശ്യം പോയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ടോപ്പ് പോർഷനൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടും AC വെൻസിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ മൊത്തം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ 3 സ്പോക്കാണ്, ഇതും 3 സ്പോക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും അതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ നോക്കുമ്പോൾ ഒരുപാട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും സാധാരണ ബട്ടൺസ് ആണ്. ഇപ്പോഴത്തെ സോഫ്റ്റ് ടച്ച് നമ്മുടെ ടച്ച് ഫിനിഷുള്ള സാധനങ്ങളൊന്നും അല്ല. അതുകൊണ്ട് അത് നന്നായി. പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. മൊത്തത്തിൽ ലെതർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡോർ പാഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ക്രോം ഡോർ ഹാൻഡിൽസ് കാണാം. ആൻഡ് ആ ക്രോം എലമെൻറ്റ് കുറച്ചും ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ടും കാണാം. ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ അകത്ത് പവർ വിൻഡോസും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഡോർ പാഡ്സിന് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഏരിയ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 10 ഇഞ്ചസിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. സോ അതും ഒരു അഡീഷണൽ ഫീച്ചറായിട്ട് പറയും. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് വെന്റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഹീറ്റഡ് ആണ്. നമുക്ക് ഡ്രൈവർ സീറ്റ് 10 ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 12.3 ഇഞ്ച് സൈസ് വരുന്ന ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതിൽ വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യും. താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ AC കൺട്രോൾസ് അവൈലബിൾ ആണ്. അതും എഗെയിൻ നല്ലൊരു കാര്യമാണ്. ഡ്യുവൽ സോൺ AC ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ആൻഡ് നമുക്ക് സൈഡിലായിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ കൺട്രോളൊക്കെ കാണാം. ആൻഡ് അതിൻ്റെ തൊട്ട് താഴത്തേക്ക് വരികയാണെങ്കിൽ വയർലെസ് ചാർജിങ് പാഡ്, അതുപോലെ തന്നെ നമുക്ക് വയർഡ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യാനുള്ള കുറച്ച് സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ആ ഒരു സാധനം, അതായത് ഗിയറിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ കൺട്രോൾസ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. സെൻറ്റർ
ആംബ്രസ്റ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിട്ടുള്ള ആംബ്രസ്റ്റ് ആണ്. ആൻഡ് അത് മാത്രം ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്, ഒരു കോൺട്രാസ്റ്റ് മാച്ച് ആവാനായിട്ട്. പിന്നെ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഇൻസൈഡ് റിയർ വ്യൂ മിറേഴ്സും അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിംഗ് ആണ്. മുകളിൽ നമുക്ക് ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് ഒക്കെ അവൈലബിൾ ആണ്, LED ലൈറ്റ്സ് ആണ്. അതുപോലെ ഈ വാഹനത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സൺറൂഫ് അവൈലബിൾ ആണ്. സോ ആ കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. സൺറൂഫ് ഇതിന് മുന്നേ ക്യാമറയിൽ ഉണ്ടായിരുന്നു, സിംഗിൾ പെയിൻ ആയിരുന്നു. പിന്നെ ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഡിസൈൻ നല്ലതാണ്. അഗൈൻ നമുക്കൊരു ടാൻ കളറിലാണ് സീറ്റ്സ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇലക്ട്രിക്കലി സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് അതിനൊരു ബോസ് മോഡ് പോലത്തെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്കിൽ നിന്ന് തന്നെ സീറ്റ്സ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാനുള്ളൊരു ഓപ്ഷൻ. അത് ഇലക്ട്രിക് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഈ വാഹനത്തിന് മൊത്തത്തിലുള്ള സീറ്റ്സിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. ക്യാമറ പിന്നെ മെയിനായിട്ട് ഡിസൈൻ അവർ കുറച്ചൊക്കെ സ്പോർട്ടി ആക്കിയാലും കംഫർട്ടാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് റിയർ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. നേരത്തെ പോലെ തന്നെ നേരത്തെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു, അത് തന്നെ ഇവിടെ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആംറസ്റ്റ് കാണാം, അത് നല്ല വലുപ്പമുള്ള ആംറസ്റ്റ് ആണ്. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ചാർജിങ് പാഡ് അതുപോലെ കുറച്ച് ടച്ച് പാനൽസ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. AC വെൻസിൻ്റെ താഴത്തായിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ്സ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്കിലും AC വെൻസ് ഒബ്വിയസ്ലി അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് ഹെഡ് റെസ്റ്റ് ഒരു ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം അഡ്ജസ്റ്റബിൾ ആണ്. സെൻറ്റർ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, പക്ഷേ എന്നാലും 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്. ആൻഡ് 3-point സീറ്റ് ബെൽറ്റ്സ് 3 പേർക്ക് അവൈലബിൾ ആണ്. ബാക്കിൽ നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ സീറ്റ്സ്, അതായത് ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് സ്റ്റോറേജ് പോക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ബാക്കിലും നമുക്ക് ഡോറിൻ്റെ പാഡ്സിൻ്റെ അകത്ത് കുറച്ച് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ക്യാബിൻ ലാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ബാക്കിലത്തെ ആംറസ്റ്റിൽ നിന്ന് തന്നെ, അതായത് ആംറസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ ഒരു ഡിക്കി ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്കി സാധനങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ സീറ്റ്സ് ഈ വാഹനത്തിൽ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കിലത്തെ സീറ്റ്സിന്. കാരണം വണ്ടി മെയിനായിട്ട് കംഫർട്ടാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നല്ലതാണ്. സോ അതൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു വാഹനമാണ്. ഇനി സേഫ്റ്റി എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് അഡ്വാൻസ്ഡ് എയർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. ആൻഡ് 9 എയർ ബാഗ്സ് ആണ് ടൊയോട്ട വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ESP ട്രാക്ഷൻ കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും പിന്നെ പറയേ വേണ്ട. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആണെങ്കിലും. ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒറ്റൊരു എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് ഹൈബ്രിഡ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരു 2.5 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 230 PS ആണ് കമ്പൈൻഡ് ഔട്ട്പുട്ട് വരുന്നത്. 220 ന്യൂട്ടൺ മീറ്റേഴ്സിന് അടുത്ത് ടോർക്കും ഈ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ടോർക്ക് കുറവാകാനുള്ള റീസൺ കമ്പൈൻഡ് ഔട്ട്പുട്ട് വരുന്നതുകൊണ്ടാണ്. എഞ്ചിൻ്റെ ടോർക്കും അതുപോലെ മോട്ടറിൻ്റെ ടോർക്കും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ കമ്പൈൻ ചെയ്യേണ്ടി വരും പിന്നീട്. സോ അതാണ് ഡിഫറൻസ് ഉള്ളത്. പിന്നെ പവറിൻ്റെ കാര്യത്തിലൊന്നും ക്യാമറയ്ക്ക് പണ്ടും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിന് പിന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റൻറ്റ് കിക്കൊന്നുമില്ല. ഒരു ലീനിയർ ആയിട്ടുള്ള ആക്സിലറേഷനാണ് ഈ വാഹനത്തിന് എപ്പോഴും ഉള്ളത്. ഹൈബ്രിഡ് വാഹനങ്ങളുടെ പൊതുവെ അങ്ങനെയാണല്ലോ. പിന്നെ ഒരൊറ്റ ഫ്ലോയിലായിരിക്കും പോകുന്നത്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് എഞ്ചിൻ ഓൺ ആവുന്നത് 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ഒന്നും അറിയാനേ ഉണ്ടാവില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും. ഇതിനകത്ത് എഞ്ചിന് മാത്രം പവർ വരുന്നത് 187 PS അതുപോലെ 221 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ്. ഇലക്ട്രിക് മോട്ടർ നോക്കുകയാണെങ്കിൽ 136 PS പവറും 208 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് വരുന്നത്. അതിൻ്റെ എല്ലാം കൂടെയുള്ള കമ്പൈൻഡ് ഔട്ട്പുട്ട് ആണ് നേരത്തെ പറഞ്ഞ 230 PS 220 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും. 3 ഡ്രൈവ് മോഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇക്കോ, നോർമൽ അതുപോലെ സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് മൈലേജ് ആണല്ലോ മെയിൻ. 25.49 kmpl ആണ് ഇതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. നല്ല മൈലേജ് തന്നെയാണ്. റിയൽ ലൈഫിൽ നമുക്ക് എന്തായാലും 15 മുകളിൽ വാഹനത്തിന് ഈസി ആയിട്ട് കിട്ടും. ടൗണിലൊക്കെയാണ് കൂടുതൽ ഓടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല മൈലേജ് നമുക്ക് തന്നിരിക്കും. പിന്നെ ഇപ്പോഴും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ചിലർ കുറച്ചുകൊണ്ട് എടുക്കുന്നുണ്ടാകും. അതിനേക്കാൾ ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല വാഹനമാണ്. പിന്നെ രണ്ട് വാഹനങ്ങളുടെ നേച്ചർ പോളർ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റൊരു റഗഡ് 4x4 SUV, അതിൽ ലാഡർ ഫ്രെയിം. ഇതൊരു മോണോക്കോ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഹൈബ്രിഡ് സെഡാൻ. അതൊക്കെയാണ് വ്യത്യാസം. എന്തായാലും ഈ വാഹനത്തിനകത്ത് പ്രൈസ് അവരിപ്പം കൊടുത്തിരിക്കുന്ന 48 lakhs ആണ്. അത് എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഓൺ റോഡ് എന്തായാലും 58-ന്റെ അടുത്ത് വരും. ഇത്രയും ബഡ്ജറ്റ് ഉണ്ടായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ക്യാമറ ആയിരിക്കും, അതോ ഫോർച്യൂണർ ആയിരിക്കോ, അതോ വേറെ ഏതെങ്കിലും വാഹനം നോക്കോ എന്നൊക്കെ തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഏതായാലും ഞാനിപ്പോൾ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ക്യാമറയുടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.